മാസത്തിലൊരിക്കൽ എന്ന തരത്തിൽ ഇവർ തമ്മിൽ കണ്ടിരുന്നത്. തുടർന്ന് ഇരുവരും തമ്മിൽ പണമിടപാടക്കമുണ്ടായിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ പോലീസ് പങ്കുവെക്കുന്നുണ്ട്. മനുഷ്യഗണത്തിൽപ്പെടുന്ന ഒരു കാൽ ഭാഗം ആളുകളെങ്കിലും ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നികൃഷ്ട ജീവികളായി മാറുന്നു എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് അതിനെ എതിർക്കും? അങ്ങനെ എതിർക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ തന്നെ കമന്റ് ബോക്സിൽ ഒന്ന് അത് പറയുക. കുറച്ച് ദിവസങ്ങളെന്നല്ല, എനിക്ക് തോന്നുന്നു കുറച്ച് മാസങ്ങളായിട്ട് ഒരു 2 ദിവസം കൂടുമ്പോൾ നമ്മുടെ ന്യൂസ് ചാനൽ ശ്രദ്ധിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് മനസ്സിലാകും, ഒന്നുകിൽ 2 ദിവസം കൂടുമ്പോൾ ഒരു പീഡനം, ഇല്ലെങ്കിൽ ഒരു കൊലപാതകം. ഇത് ഡെഫിനറ്റ് ആണ്. ഏതെങ്കിലും ഒരു വാർത്ത കൺഫേം ആയിട്ട് നമ്മുടെ ന്യൂസ് ചാനൽസ് വഴി നമ്മൾ അറിയുന്നുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ വാർത്താ ചാനലുകൾ കണ്ടപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ഇന്ന് വാർത്താ ചാനലുകളിൽ സംസാരിക്കുന്ന ഒരു വിഷയം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ആതിര എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ മരണമാണ്. തിരുവനന്തപുരത്ത് ഒരു സ്ഥലത്ത് ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ കൊല ചെയ്തു ഒരു വ്യക്തി. അത് കല്യാണം കഴിച്ച് ഡൈവോഴ്സ് ആയ ഒരു വ്യക്തി കൊലപാതകം ചെയ്തു ഒരു പെൺകുട്ടിയെ. എനിക്കപ്പോ ഈ ഒരു വിഷയം കണക്ട് ചെയ്യാൻ തോന്നിയത് ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ അറിഞ്ഞല്ലോ ഗ്രീഷ്മ ഷാരോൺ വധക്കേസ്, അതിന്റെ ഒരു വിധിയൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു വിഷയമായിട്ടാണ് എനിക്ക് കണക്ട് ചെയ്യാൻ തോന്നിയത്. കാരണം ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു. അഡ്വക്കേറ്റ് ആളൂര്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അഡ്വക്കേറ്റ് ആളൂര് ഈ ഒരു ഗ്രീഷ്മ ഷാരോൺ വധക്കേസിൽ ആ ഒരു വിധി വന്നതിനെ ആയി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു ഓൺലൈൻ മീഡിയയോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടു. ഗ്രീഷ്മയ്ക്ക് പുള്ളിയായിരുന്നു അഡ്വക്കേറ്റ് എങ്കിൽ പുള്ളി പൊട്ടുപോലെ പുള്ളി ഒരു ജാമ്യം മേടിച്ചു കൊടുത്തതിനെ ഗ്രീഷ്മയെ ശിക്ഷിക്കില്ലായിരുന്നു ഇവിടുത്തെ നിയമം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പൊ എന്താണെങ്കിലും അതും ഈ ഒരു വിഷയമായിട്ട് എനിക്കൊന്ന് കണക്ട് ചെയ്യാൻ തോന്നി. എന്താണെങ്കിലും ഈ ഒരു ആതിര എന്ന് പറയുന്ന പെൺകുട്ടിയായി ബന്ധപ്പെട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം ചർച്ച നടത്തുന്ന ആ ഒരു വിഷയത്തെ പറ്റി നിങ്ങളൊന്ന് അറിയുക. എന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. തിരുവനന്തപുരം കഠിനംകുളം ആതിര കൊലപാതകത്തിൽ പ്രതിയെ തിരിച്ചറിഞ്ഞു. ചെല്ലാനം സ്വദേശി ജോൺസനാണ് കൊലപാതകം നടത്തിയത്. ആതിരയുടെ ഇൻസ്റ്റഗ്രാം സുഹൃത്തായിരുന്നു ജോൺസൺ. കൂടെ ചെല്ലണം എന്ന ആവശ്യം നിരാകരിച്ചതിനാലാണ് കൊലപാതകം നടത്തിയത് എന്ന നിഗമനത്തിലാണ് പോലീസ്. ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം. നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ഇൻസ്റ്റഗ്രാമിലും സ്നാപ്ചാറ്റിലും അതുപോലുള്ള സോഷ്യൽ മീഡിയയിലെ പല പ്ലാറ്റ്ഫോമുകളിലും നമ്മൾ ആക്റ്റീവൊക്കെ ആയിട്ടിരിക്കുന്നത് വളരെ നല്ല കാര്യങ്ങളാണ്. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തോളൂ, ഞാൻ അതിനകത്തൊന്നും ഒരു തെറ്റും പറയുന്നില്ല. പക്ഷേ അതുവഴി ഉണ്ടാക്കുന്ന സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഒരു ഏരിയ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അതായത് ഒരു പരിധി കൂടുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് അവരെ കണക്ട് ചെയ്യിപ്പിക്കാതിരിക്കുക. ഇവിടെ പല ആളുകൾക്കും പറ്റാത്ത ഒരു കാര്യമാണത്. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുന്ന പല ആൾക്കാരുമായിട്ട് നമ്മൾ ഒരുപാട് കണക്ട് ആവും. എനിക്കും പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഭയങ്കരമായിട്ട് കണക്ട് ആവും. പിന്നെ നമുക്കതൊരു തിരിച്ചൊരു പണിയായിട്ട് വരും. പ്രത്യേകിച്ച് നമ്മൾ പരിചയപ്പെടുന്ന ആളുകൾ നമ്മളോട് കാശൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കും. പക്ഷെ ഞാൻ ആ ഒരു സാഹചര്യത്തിലൊന്നും പോകാറില്ല. കാശൊക്കെ ചോദിക്കുന്ന ആളെ അപ്പോഴേ ബ്ലോക്ക് ചെയ്ത് വിട്ടോ എന്ന് പറയും. അങ്ങനെ ഒരു മെന്റാലിറ്റി എല്ലാവരും ക്രിയേറ്റ് ചെയ്തിരിക്കുക. എനിക്ക് പറ്റുന്ന കണക്ക് തന്നെ എല്ലാവർക്കും പറ്റണമെന്നൊന്നുമില്ല. പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ ആരുമായിട്ടും, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് വഴി പരിചയപ്പെടുന്ന ആളുകളായിട്ട് ഒരു പരിധിയിൽ കൂടുതൽ കണക്റ്റായി അവരുമായിട്ട് വേറെ ബന്ധങ്ങളിലേക്കൊന്നും പോകാതിരിക്കുക. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ബന്ധത്തിലേക്ക് പോയാലും ഈ പൈസ എന്ന് പറയുന്ന ഒരു സാധനം അതിൻ്റെ ഇടയ്ക്കായിട്ട് കൊണ്ടുവന്ന് ഇടാതിരിക്കുക. ഈ പൈസ എന്ന് പറയുന്ന സാധനമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ, ഞാൻ കണ്ടതിൽ വെച്ചിട്ടുള്ള ഒരു അപകടകരമായിട്ടുള്ള ഒരു വസ്തു. അത് നമുക്ക് ഈ ഒരു സാധനം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ വസ്തു ജീവിക്കാൻ വേണ്ടത് കൊണ്ട് തന്നെ ഈ ഒരു സാധനം ഏറ്റവും വലിയ ഒരു ക്രിമിനൽ ആക്ടിവിറ്റീസിലേക്ക് ആളുകളെ കൊണ്ട് എത്തിക്കാൻ സാധ്യത ഉള്ള ഒരു സാധനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഇൻസ്റ്റഗ്രാം വഴിയൊക്കെ പരിചയപ്പെടുന്ന ആളുകളായിട്ട് ഒരു കാരണവശാലും നിങ്ങൾ പണമിടപാടുകൾ നടത്താതിരിക്കുക. ഇത് ഞാൻ പറഞ്ഞങ്ങോട്ട് തുടങ്ങുകയാണ്. ബാക്കി ഇനി ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട ഈ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്കുക, എന്നിട്ട് ഞാൻ ബാക്കി സംസാരിക്കാം. ഇയാളെ തിരിച്ചറിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ അമൃത. ഇയാളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പ്രതി ആരാണ് എന്ന കൺഫ്യൂഷനിലായിരുന്നു ഈ ദിവസങ്ങളെല്ലാം തന്നെ പോലീസ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച കൊലപാതകം നടന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ 2 ദിവസം കഴിഞ്ഞിട്ടും ഈ പ്രതിയെ തിരിച്ചറിയാനോ ഇയാളെ ലൊക്കേറ്റ് ചെയ്യാനോ സാധിക്കാത്തതിൽ പോലീസിന് വലിയ വിമർശനം നേരിടേണ്ടി വന്നിരുന്നു. ആ ഘട്ടത്തിലാണ് ഈ മരിച്ച ആതിരയുടെ ഇൻസ്റ്റഗ്രാം സുഹൃത്തായിട്ടുള്ള ഈ പറയുന്ന ജോൺസൺ എന്ന കൊല്ലം സ്വദേശിയാണ്. ഇയാൾ നേരത്തെ എറണാകുളം സ്വദേശിയാണ് എന്നതാണ് നമുക്ക് ലഭിച്ചിരുന്ന സൂചനകൾ. എങ്കിലും ഇയാൾ കൊല്ലം ദളവാപുരം സ്വദേശിയാണ് എന്നതാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി നമുക്ക് ലഭിക്കുന്ന വിവരം. തുടർന്ന് ഇവർ തമ്മിൽ ദീർഘനാളായി, ഏകദേശം 1 വർഷത്തോളമായി പരിചയമുണ്ടായിരുന്നു. ഈ പരിചയം ഒരു അടുത്ത സൗഹൃദത്തിലേക്ക് മാറുകയും പതിവായി ജോൺസൺ ആതിരയെ കാണാൻ ഈ സ്ഥലത്ത്, അതായത് കഠിനംകുളത്തേക്ക് എത്തുകയും ചെയ്യുമായിരുന്നു. പെരുമാതുറയിൽ ലോഡ്ജ് എടുത്ത് താമസിച്ചുകൊണ്ടാണ് മാസത്തിലൊരിക്കൽ എന്ന തരത്തിൽ ഇവർ തമ്മിൽ കണ്ടിരുന്നത്. തുടർന്ന് ഇരുവരും തമ്മിൽ പണമിടപാടക്കമുണ്ടായിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ പോലീസ് പങ്കുവെക്കുന്നുണ്ട്. തുടർന്ന് ഈ ജോൺസൺ വിവാഹമോചിതനാണ്. ഓക്കെ,
അപ്പോൾ വിവാഹമോചിതനായിട്ടുള്ള ഒരാള് വേറൊരു സ്ത്രീയുമായിട്ട് ഇൻസ്റ്റഗ്രാം വഴി കോണ്ടാക്ട് കീപ്പ് ചെയ്യുന്നു, ഫ്രണ്ട്സ് ആവുന്നു. ആ പെൺകുട്ടിയാണെങ്കിലും കല്യാണം കഴിച്ചതാണ്. കല്യാണം കഴിച്ച ഒരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ഏതൊരു പുരുഷനോട് ഒരു കമ്പനി വെച്ചാലും ഒരു ഫ്രണ്ട് ആയാലും ഒരു ലിമിറ്റ് വെക്കണ്ടേ? എൻ്റെ ഒരു ചോദ്യം അത്രേ ഉള്ളൂ. ഇപ്പം ഞാൻ ഈ ആളൂർ അല്ലെങ്കിൽ ഈ ഷാരോന്റെ ഒരു കേസൊക്കെ ഞാൻ ഇവിടോട്ട് കൊണ്ടുവരാനുള്ള ഒരു കാര്യം, ഈ ഷാരോന്റെ ഈ ഒരു വിഷയമായി, ഈ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഈ അഡ്വക്കേറ്റ് ആളൂര് ഇന്നലെ പറയുന്നത് ഞാൻ കേട്ടു. അതായത് രണ്ടു പേരുടെ സൈഡിലും ഉണ്ട് തെറ്റ്. ഷാരോന്റെ കയ്യിലും ഗ്രീഷ്മയുടെ കയ്യിലും ഉണ്ട് തെറ്റ്. എന്തിന് ഈ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ഷാരോൺ നിന്നു കൊടുത്തു, അപ്പൊ ഷാരോന്റെ കയ്യിലും തെറ്റില്ലേ എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം ചോദിക്കുന്ന കേട്ടു. അദ്ദേഹം അതിനുവേണ്ടി ഒരുപാട് പോയിന്റുകളൊക്കെ പറയുന്നത് കേട്ടു. അപ്പൊ അങ്ങനെയുള്ള നിയമത്തിന്റെ പോരായ്കളൊക്കെ നമ്മുടെ നാട്ടിലുള്ളപ്പോഴും ഈ ഒരു വിഷയം വരുമ്പോഴത്തേക്ക് ഇപ്പൊ ഈ ഒരു പെൺകുട്ടി മരിച്ചതിന്റെ പേരിൽ എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ഈ കൊന്ന വ്യക്തിക്കൊക്കെ ഇവിടെ ഒരു ശിക്ഷ കിട്ടുമെന്നൊന്നും. വെറുതെ കുറച്ച് നാൾ ചിലപ്പം ജീവപര്യന്തം കൊടുക്കും, അതും കുറയ്ക്കും. അത്രേ ഉള്ളൂ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞത് വെച്ച് നമുക്കറിയില്ല, എന്നെക്കാട്ടിലും ഒക്കെ ഈ നിയമപരമായ ഒരുപാട് അറിവുള്ള ഒരാളാണ് ഈ ഒരു ആളൂർ എന്ന് പറയുന്ന ഒരാൾ. നമുക്ക് ആർക്കും ഒരു പരിധിയിൽ കൂടുതൽ അദ്ദേഹത്തോട് യോജിക്കാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ ഇവിടുത്തെ നിയമത്തിലുള്ളതാണ്. ഇവിടുത്തെ നിയമത്തിന്റെ പോരായ്മകളാണ് അതൊക്കെ. അപ്പൊ ഏതൊരുത്തൻ കൊലപാതകം ചെയ്താലും അവനകത്തുനിന്ന് ഊരിപ്പോരാം. ഇപ്പൊ ഏതൊരു സ്ത്രീ കൊലപാതകം ചെയ്താലും അതിനകത്തുനിന്ന് ഊരിപ്പോരാം. കാരണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് പുള്ളി പറയുന്നതൊക്കെ ഞാൻ കേട്ടത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു വിഷയത്തിൽ ഇവർ രണ്ടുപേരും, ഇപ്പൊ യാതിര എന്ന് പറഞ്ഞ പെൺകുട്ടിയും ഇവളെ കൊന്ന ഈ ഒരു വ്യക്തിയും ഒക്കെ ഒരു രീതിയിൽ തന്നെ നമുക്ക് രണ്ടുപേരെയും കുറ്റം പറയേണ്ടി വരും. കാരണം കല്യാണം കഴിച്ചൊരു പെൺകുട്ടി എന്തിന് ഒരാളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നത് ഓക്കെ, പക്ഷെ അയാളുടെ നിന്ന് എന്തിന് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട ഒരാളുടെ നിന്ന് എന്തിന് കാശ് മേടിച്ചു എന്നുള്ളൊരു ചോദ്യം ഞാനും ചോദിക്കും. കാരണം ഞാൻ ഈ ആളൂരിന്റെ ഒരു ഇന്റർവ്യൂ അതുകൊണ്ട് മാത്രമാണ് ഞാനും ആ ഒരു ചോദ്യം ചോദിക്കുന്നത്. എന്തിന് കാശൊക്കെ മേടിച്ചു? അപ്പൊ നിങ്ങളും ഈ കാശ് മേടിച്ച പെൺകുട്ടിയും ഒരു തെറ്റുകാരിയല്ലേ എന്നുള്ളൊരു ചോദ്യം ഞാനിവിടെ ചോദിക്കും. ബാക്കി മോചനായ ജോൺസൺ ആതിരയോട് തന്നോടൊപ്പം ഇറങ്ങി വരണം എന്ന ആവശ്യം ഉന്നയിക്കുകയും അതിന് ആതിര തയ്യാറാകാതിരിക്കുകയും ചെയ്തതോടെയാണ് ഇരുവരും തമ്മിലൊരു തർക്കമുണ്ടാകുന്നത്. ആതിരയുടെ ഭർത്താവ് സമീപത്തുള്ള പൂജാരിയായിട്ടുള്ള രാജീവിനും ഈ കാര്യങ്ങൾ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ പലതവണ ഇയാൾ ആതിരയെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നടക്കമുള്ള മൊഴി രാജീവിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട്. തുടർന്ന് ഇപ്പോൾ ലഭിക്കുന്ന വിവരപ്രകാരം അന്ന് ഈ കൊല നടന്ന ദിവസം രാവിലെ 8:40 പ്രതിയായിട്ടുള്ള ജോൺസൺ ഈ ആതിരയുടെ വീട്ടിൽ വരികയും വീട്ടിൽ വന്ന് ഇരുവരും തമ്മിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു. സംസാരിച്ചതിന് ശേഷം എന്തോ കൊടുത്ത് മയക്കിയതിനു ശേഷമാണ് ഈ കൊലപാതകം നടന്നത് എന്ന നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. കാരണം ഈ ഇത്രയും സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടും യാതൊരു തരത്തിലുള്ള ബഹളമോ ഒച്ചയോ ഒന്നും തന്നെ ആതിരയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആതിര പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നിരിക്കാം. പോലീസുകാരോടാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഞാൻ പറയുകയാണ്. ഇപ്പൊ എന്തെങ്കിലും കൊടുത്ത് മയക്കി എന്നൊക്കെ പറയുന്നത് പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അറിയാൻ പറ്റും. എന്തെങ്കിലും കൊടുത്ത് മയക്കണമെന്ന് തന്നെ ഉണ്ടോ? കാരണം ആ കുട്ടിയെ വാ പൊത്തി അല്ലെങ്കിൽ അവളുടെ വായിൽ എന്തെങ്കിലും തുണി തിരികെ കയറ്റിയിട്ടാണ് ഇവൻ കൊന്നതെങ്കിലോ അപ്പുറമുള്ള ആൾക്കാരൊന്നും അറിയാതിരിക്കാൻ അങ്ങനെ ഒരു സാഹചര്യം കൂടെ ഇല്ലേ? അതും കൂടെ ഒന്ന് കണക്കിലെടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ ഈ ഇൻസ്റ്റഗ്രാം വഴി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം വഴി ഫ്രണ്ട് ആക്കുന്ന ഒരുത്തനെയൊക്കെ എന്തിന് സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു? അത് ആ പെൺകുട്ടിയുടെ ഭർത്താവിനും അറിയാം എന്നാണ് പറയുന്നത്. അതായത് ഫ്രണ്ട്സ് ആണ്, കാശ് മേടിച്ചിട്ടുണ്ട് ഉള്ള കാര്യമെല്ലാം പുള്ളിക്കും അറിയാമെന്നാണ് ഇപ്പൊ പറയുന്നത്. എന്തിന് ആ ഭർത്താവ് സ്വന്തം ഭാര്യയെ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിന് വേണ്ടി പ്രൊമോട്ട് ചെയ്തു? അതാണ് എൻ്റെ ചോദ്യം. ആളൂര് പറയുന്ന നമ്മുടെ നിയമസംഹിതകളിലുള്ള പല കാര്യങ്ങളും വെച്ചിട്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത്. ഒരു മനുഷ്യനായിട്ട് ഇപ്പൊ ആളൂരിന്റെ ഇന്റർവ്യൂ കണ്ടവർക്കൊക്കെ അറിയാം, മനസാക്ഷി എന്ന് പറയുന്ന സാധനം മാറ്റി വെക്കണമെന്നാണ് പുള്ളി പറയുന്നത്. അങ്ങനെ ഞാനും മനസാക്ഷി മാറ്റി വെച്ചിട്ടാണ് ഈ ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് പ്രശ്നത്തിന്റെ പേരിലാണെങ്കിലും ഇൻസ്റ്റഗ്രാം വഴി ഇപ്പൊ സ്വന്തം കുടുംബത്തിൽ നിന്നോ ഇല്ലെങ്കിൽ വീടിന്റെ അടുത്തുള്ള ആളുകളുടെ നിന്നോ കാശ് മേടിക്കുന്നത് ഓക്കെ. ഇത് ഇൻസ്റ്റഗ്രാം ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി പരിചയപ്പെട്ട ഒരാളിൽ നിന്ന് എന്തിന് പൈസ മേടിച്ചു? അത് ആ മരണപ്പെട്ട പെൺകുട്ടി എന്റെയും തലയ്ക്ക് മേളിലാണ്, പറയുന്നത് മോശമാണ്. എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, എനിക്ക് ഇച്ചിരി മനസാക്ഷി കുത്തൊക്കെ ഉള്ളത്, അതെല്ലാം മാറ്റി വെച്ചിട്ട് എനിക്ക് സംസാരിക്കാൻ അറിയില്ല. പക്ഷെ നമ്മുടെ നിയമം ഇങ്ങനെ ഒരു സംഗതി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ പറയുന്നത്. പ്രത്യേകിച്ച് നമ്മളെക്കാട്ടിലുമൊക്കെ വിവരമുള്ള ഈ നിയമത്തിന്റെ കളികളൊക്കെ അറിയാവുന്ന ചേട്ടന്മാര് പറയുന്നത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വിഷയത്തിൽ ഞാനത് ആദ്യമേ പറഞ്ഞത്, ഈ ഒരു വിഷയത്തിലും ഈ കൊന്ന ഒരുത്തന് ഇവിടെ ഒരു തേങ്ങ അവന് സംഭവിക്കാൻ പോകുന്നില്ല. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ എന്താ നമ്മൾ സാധാരണക്കാർ മനസ്സിലാക്കുന്നത്? ഇവിടുത്തെ നിയമത്തിൽ ഒരുപാട് പോരായ്മകളുണ്ട്. ഇതൊക്കെ തട്ടിമുട്ടി മാറ്റേണ്ട സമയം അതിക്രമിച്ചു. ഇതൊക്കെ മാറ്റാതിരുന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള നമുക്ക് തന്നെയാണ് ദോഷം. മനസ്സിലായില്ലേ? ഇവിടുത്തെ അഡ്വക്കേറ്റ്മാരൊക്കെ അവർക്ക് കാശുണ്ടാക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിലും വിളിച്ചു പറയും.
ഇപ്പം കൊന്നവൻ അവരുടെ അടുക്ക ചെന്നാലും അവർ ഇത്തിരി ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഈ ഒരു നിയമ സാധ്യതകളെല്ലാം പറഞ്ഞ് ഇറക്കിക്കൊണ്ട് വരും. ഈ ഒരു വിഷയത്തിലാണെങ്കിലും ശരി, നല്ലൊരു അഡ്വക്കേറ്റ് ആണ് ഇവന്റെ കൂടെ ഉള്ളെങ്കിൽ അവൻ കൊന്നിട്ടുണ്ടെങ്കിൽ അവൻ ഇറങ്ങി പോരുവടേ. പക്ഷെ എന്റെ ചോദ്യം ഇതാണ്, ആ പെൺകുട്ടിയോടും ആ പെൺകുട്ടിയുടെ ഭർത്താവിനോടും, പെൺകുട്ടി മരിച്ചുപോയി പെൺകുട്ടിയുടെ ഭർത്താവിനോടാണ്, താങ്കൾ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിന് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട ഒരാൾ, നിങ്ങളുടെ ഭാര്യയുടെ ഒരു ഫ്രണ്ട്, അയാളുടെ നിന്ന് കാശ് മേടിക്കുന്നതും അയാളെ വീട്ടിലേക്ക് വരുത്തിക്കുന്നതും, വീടൊക്കെ പറഞ്ഞു കൊടുക്കാവൊന്നും അറിയത്തില്ലല്ലോ, എന്തിന് അതൊക്കെ അതിനൊക്കെ പ്രൊമോട്ട് ചെയ്തു? പ്രൊമോട്ട് ചെയ്തു എന്നല്ല, അതിനൊക്കെ നിങ്ങൾ കൂട്ടുനിന്നു? അത് ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ നിയമസംഹിത വെച്ച് ഇയാളെ ഒരു തേങ്ങയും ചെയ്യാൻ പറ്റത്തില്ല. ബാക്കിയും കൂടെ എന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. കൂടാതെ തന്നെ അതിനുശേഷം ഏകദേശം 9:15 കൂടി പ്രതി ആതിരയുടെ തന്നെ സ്കൂട്ടർ എടുത്തുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആതിരയുടെ സ്കൂട്ടർ പോലീസ് കണ്ടെത്തിയിരുന്നു. തുടർന്ന് ആ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ട്രെയിനുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പോലീസ് നടത്തി വരികയാണ്. ഇയാൾ കയ്യിൽ കൊണ്ടുവന്ന കത്തി ഉപയോഗിച്ച് തന്നെയാണ് കൃത്യം നടത്തിയത്. അതുകൊണ്ട് തന്നെ മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണ് ഈ കൊലപാതകം നടന്നത് എന്ന വിലയിരുത്തലിലാണ് പോലീസ് ഇപ്പോൾ. ഇയാൾ എവിടെയാണ് എന്നുള്ള സൂചനകൾ എന്തെങ്കിലും നിലവിൽ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടോ? ഇയാൾ ഏകദേശം 16ഓളം മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നുണ്ട്. ആ 16 മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന ഒരുത്തനാവൻ. അപ്പൊ ഒന്ന് ആലോചിച്ചേ, കല്യാണം കഴിഞ്ഞ് ഡൈവേഴ്സ് ആയ ഒരുത്തൻ ഇവൻ ഇൻസ്റ്റഗ്രാം വഴി ഇരുന്ന് സകല പെൺകുട്ടികളോടും സംസാരിക്കുന്നു. എവിടുന്നെങ്കിലും എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞ്, ഏതെങ്കിലും ഒരുത്തെ കിട്ടിക്കഴിഞ്ഞാൽ അവളുമായിട്ട് അങ്ങ് പോകാം, ഈ ഒരു മൂഡിലാണ് അവൻ ഇരുന്നിരുന്നത്. അപ്പൊ അതിലേക്കാണ് ഈ പെൺകുട്ടി 1 വർഷമായിട്ട് ചാറ്റ് ചെയ്ത് അങ്ങോട്ട് പൊക്കോണ്ടിരുന്നത്. ഒന്ന് ആലോചിക്കണം നിങ്ങൾ. ഇവൻ മനഃപൂർവ്വമാണ്. ഇതിപ്പോ സാഹചര്യ തെളിവുകളായിരിക്കുമല്ലോ കൂടുതലുള്ളത്. അത് വെച്ചിട്ട് ഇവിടുത്തെ നിയമത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട നിയമങ്ങളൊക്കെ ഒരുപാട് കലക്കി കുടിച്ച ഒരു വക്കീൽ പറയുന്നത് ഞാൻ കേട്ടത്. ഇതൊക്കെ സാഹചര്യ തെളിവുകളാ. ഇതൊക്കെ വെച്ചിട്ട് വല്ലതും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ആ പെൺകുട്ടിയുടെ ഭർത്താവ്, എന്റെ മോനെ, നീ ഇതിനൊക്കെ കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ ബാക്കി ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. ഇയാളുടെ ലൊക്കേഷൻ കണ്ടെത്താൻ, അവസാനം ഈ ഫോണിന്റെ ലൊക്കേഷൻ എവിടെയാണ് എന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നത്. കൂടാതെ തന്നെ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആതിരയുടെ സ്കൂട്ടർ കണ്ടെത്തിയതിനാൽ തന്നെ ആ സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ട്രെയിനുകൾ, തിരുവനന്തപുരം ഭാഗത്തേക്കാണ് ആ സമയത്ത് ട്രെയിൻ ഉണ്ടായിരുന്നത്. ആ ട്രെയിനുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം കൂടി നടക്കുന്നുണ്ട്. കൂടാതെ തന്നെ വെഞ്ഞാറമൂട് സ്വദേശിയാണ് ഈ ആതിരയുടെ നാട്ടിൽ വെഞ്ഞാറമൂട്ടിലെത്തിയും ഇയാൾ നാട്ടുകാരോടൊക്കെ വിവരങ്ങൾ ആതിരയെ പറ്റി തിരക്കിയിരുന്നു എന്നും ഈ ഫോട്ടോ, അതായത് പ്രതിയുടെ ഫോട്ടോ കാണിച്ചപ്പോൾ ആ നാട്ടുകാർ ചിലർ തിരിച്ചറിഞ്ഞതായും ഒക്കെയുള്ള സൂചനകളുണ്ട്. പക്ഷെ അപ്പോഴും അത് സ്ഥിരീകരിച്ച വിവരമല്ല. എന്തായാലും പ്രതിയെ കണ്ടെത്താനുള്ള ഊർജിതമായ. ഇയാൾ ഈ തിരുവനന്തപുരത്തേക്ക് ട്രെയിൻ കയറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ അവിടെ ചെന്നിട്ട് വേറെ ട്രെയിൻ വല്ലതും കണക്ട് ചെയ്ത് ഇയാൾ വേറെ എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടെങ്കിലോ? അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് മാത്രമല്ല പോലീസുകാർ തെരച്ചിൽ നടത്തേണ്ടത്, എൻ്റെ ഒരു അഭിപ്രായമാണ്. അതുപോലെ തന്നെ ഇയാള് ഈ പെൺകുട്ടിയുടെ വീടിന്റെ പരിസരത്തൊക്കെ വന്നിട്ട് ഈ പെൺകുട്ടിയെ പറ്റി അന്വേഷിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണോ? അയാളുടെ നിന്ന് കാശ് മേടിച്ചിട്ടുണ്ട്, അപ്പൊ പിന്നെ അയാൾ ആ പെൺകുട്ടിയെ പറ്റി തിരക്കത്തില്ലേ? തെറ്റായിട്ടുള്ള ഒരു കാര്യമാണോ? എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ഞാൻ ചോദിക്കുക. തിരക്കും, അങ്ങനെ തിരക്കിയതായിരിക്കാം. ഇയാൾ അവിടെ വന്ന് റൂം എടുത്ത് താമസിച്ചിട്ടുണ്ട്. ഇയാളുടെ ഉദ്ദേശം വേറൊന്നും ആയിരുന്നില്ല. ഡൈവോഴ്സ് ഒക്കെ ആയി ഒരു വ്യക്തി, അയാള് പല നമ്പറിൽ നിന്ന് പല സ്ത്രീകളുമായിട്ട് ഇൻസ്റ്റഗ്രാം വഴിയൊക്കെ കോൺടാക്ട് ചെയ്യുന്നു. എവിടെന്നെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങോട്ടേലും കൊണ്ടുപോകാം, ഈ ഒരു മൂഡിലായിരുന്നായിരിക്കും അവൻ ഇരുന്നത്. മനസ്സിലായില്ലേ? അതിലേക്ക് പോയി ചാടിക്കൊടുത്ത പെൺകുട്ടികളും ഇതിനകത്ത് തെറ്റുകാർ തന്നെയാണ്. ഇല്ലെങ്കിൽ എന്തിന് ഇപ്പം പോയി സംസാരിച്ചു, ഓക്കെ, അയാളുടെ ഒരു സംസാരം കേട്ടപ്പോഴത്തേക്ക് ഇച്ചിരി റോങ് ആണെന്ന് തോന്നി, അതുവഴി അങ്ങ് പോവുകയാണെങ്കിൽ ഓക്കെ. ഇത് പിന്നെയും നിന്ന് അയാളെ ചൂഷണം ചെയ്ത് അയാളുടെ നിന്ന് കാശും മേടിച്ച് അങ്ങനെയൊക്കെ പുട്ടടിച്ച ആളുകൾ അയാളുടെ കൈ കൊണ്ട് തന്നെ ചത്തു. അങ്ങനെ തന്നെ പറയണം, അങ്ങനെ തന്നെ ഞാൻ പറയും. എന്നെ അങ്ങനെ പറയിപ്പിക്കുന്നത് ഇവിടുത്തെ നിയമമാണ്. ഇവിടുത്തെ നിയമം നാളെ ചോദിക്കാൻ പോകുന്ന ചോദ്യം അതായിരിക്കും അല്ലേ? ഇവിടുത്തെ ഇപ്പം സാധാ ഒരു കോടതിയിൽ നിന്ന് പോയി ഹൈക്കോടതിയിൽ പോയി സുപ്രീം കോടതി ചെല്ലുമ്പോൾ കഴിഞ്ഞ ദിവസം ഈ ആളൂര് പറഞ്ഞ കണക്ക് സുപ്രീം കോടതിയിലൊക്കെ ചെന്ന് കഴിഞ്ഞ് ഈ ചോദ്യം ചോദിക്കുന്നേ. അപ്പം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവൻ പൊട്ടുപോലെ ഇവിടെ പോകും, ഇറങ്ങിപ്പോകും. എനിക്ക് ഇതിനകത്തുനിന്നൊക്കെ മനസ്സിലായ ഒരു കാര്യം, നമ്മുടെ ഇവിടുത്തെ നിയമം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് അത് പൊളിച്ചു പണിയേണ്ട ഒരു സമയമായി. അത് ചെയ്യാനായിട്ട് ഒരുപാട് പണികളുണ്ട്. പക്ഷെ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വന്നില്ലെങ്കിൽ ഇവിടെ ഇനിയും പീഡനങ്ങളും കൊലപാതകങ്ങളും ഒക്കെ നടക്കും. കാരണം ഏതെങ്കിലും ഒരുത്തന് ഈ പീഡനവും കൊലപാതകമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ പിടിച്ചു കഴിഞ്ഞാലും അവനെ കുറച്ച് കഴിയുമ്പോൾ പുട്ടുപോലെ ഇറക്കി വിടുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഉള്ള ഒരു നാട്ടിൽ ഇവിടെ ഇനിയും ഈ ഒരു പരിപാടികൾ നടക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, എൻ്റെ ഭാഗത്ത് ഞാൻ ഇനി പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക.